ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. ഓരോ പ്രവാചകന്മാർക്കും അതാത് കാലഘട്ടത്തിൽ ആവശ്യമായ മുഅ്ജിസത്താണ് അല്ലാഹു തആല നൽകിയത്. നുബുവത്തിനെ സ്ഥിരപ്പെടുത്താനും ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനും ആവശ്യമായ മുഅ്ജിസത്തുകളാണ് നൽകിയത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ച കാലമായി. ഏത് രോഗത്തിനും മരുന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ജന്മനെ കുരുടനായ, അതുപോലെ കുഷ്ഠരോഗം, ഈ രണ്ട് രോഗത്തിന് മരുന്നില്ല. അവർ ബാക്കി എല്ലാത്തിനും മരുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിക്ക് അതേ മോചിതത്വം കൊടുത്തു. ആ വിഭാഗത്തിനോട് നേരിടാൻ പുറവിക്കുരുടനെ എന്താക്കി ഒന്ന് തടവി കൊടുത്തപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടി. അതുപോലെ കുഷ്ഠരോഗം പിടിച്ചവർക്ക് തടവിയപ്പോൾ അത് ശിഫയായി. അതേപോലെ മരിച്ചവരെ ഹയാത്താക്കുക എന്നത് ആർക്കും സാധിക്കാത്തത്. ആ മോചിതത്വം ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തു. ഇനി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണെങ്കിലോ സാഹിരികൾ, ജാലവിദ്യക്കാർ, ജാദുകാർ, ഇങ്ങനെല്ലാം ഭയങ്കരമായി പുരോഗമിച്ച കാലഘട്ടമായിരുന്നു. അവരോട് നേരിടാൻ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത മോചിതത്താണ് എന്ത്? ഒരു വടിയെ താഴോട്ടിട്ടപ്പോൾ അത് വലിയ പാമ്പാവുക, അതുപോലെ കൈ പ്രകാശിക്കുക. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പ്രയോഗിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല പ്രകാശം, ലൈറ്റ് പോലെ. ഇതെല്ലാം എന്തിന്റെ? ആ ജാലവിദ്യക്കാരോട്, സാഹിര്യങ്ങളെ നേരിടാൻ വേണ്ടി അല്ലാഹു തആല കൊടുത്ത മോചിതത്താണ്. അങ്ങനെ ഫിറഔൻ എന്താക്കി? അവന്റെ ആസ്ഥാനത്തിലുണ്ടായിരുന്ന വലിയ വലിയ സാഹിര്യങ്ങളെ ഒരുമിച്ച് കൂട്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ കയറും അവരുടെ മറ്റ് സാധനങ്ങളെല്ലാം ഇട്ടപ്പോൾ അവിടുന്ന് വലിയ വലിയ പാമ്പുകളായി. അങ്ങനെ മൂസാ നബി അവസാനമായി ചെറിയ വടിയിട്ടപ്പോ ഇത് വലിയ പാമ്പായിട്ട് അവർക്ക് എല്ലാ പാമ്പിനെയും തിന്നു കിടക്കുന്നു. അങ്ങനെ അവരോട് നേരിടാൻ ആവശ്യമായ, ആ കാലഘട്ടത്തിൽ ആവശ്യമായ മുഅ്ജിസത്ത് അല്ലാഹു തആല കൊടുത്തപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുള്ള ആ കാലഘട്ടം അറേബ്യൻ ജനതയാണ്. ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ, അറബി സാഹിത്യത്തിൽ പുരോഗമനം ലഭിച്ച, ഉന്നതിയിൽ പ്രാപിച്ച ഒരു വിഭാഗമായിരുന്നു ഖുറൈശികൾ. അങ്ങനെ അറബിയിൽ ഏതു സാഹിത്യം അവർക്കറിയാം. ഒരു നിമിഷത്തിൽ തന്നെ ഒരു ഷെയറുണ്ടാക്കാനും, പാട്ടുണ്ടാക്കാനും, കൈത്തുണ്ടാക്കാനും, ഗദ്യ പദ്യം എന്തും ഉണ്ടാക്കാൻ അവർക്ക് അത് കഴിവുണ്ടായിരുന്നു അറബികൾ. അങ്ങനെ അവരോട് നേരിടാൻ അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്താണ് ഖുർആൻ. അങ്ങനെ ഖുർആൻ ഇറക്കിക്കൊണ്ട് അല്ലാഹു തആല എന്താണ് പറഞ്ഞത് അവരോട്? അല്ലാഹു തആല തന്നെ ഖുർആൻ പറയുന്നു, وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു സൂറത്തിനെ കൊണ്ടുവരിക. ഖുർആൻ വേണ്ട, ഒരു ചെറിയൊരു സൂറത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊണ്ടുവരിക. എന്നിട്ടോ നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടി അല്ലാഹു അല്ലാത്ത ആരൊക്കെയുണ്ട് എല്ലാവരും നിങ്ങൾ വിളിച്ചു കൂട്ടാം. സഹായത്തിന് വേണ്ടി നിങ്ങൾ സത്യം പറയുന്നതാണെങ്കിൽ അല്ലാഹു തആല ഒരിടത്ത് പറയുന്നു. മറ്റൊരു സ്ഥലത്തിൽ പറയുന്നു, على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. ജിന്ന്, ഇൻസ്, മനുഷ്യരും ജിന്നുകൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഇതുപോലത്തെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ലാ യഅ്തൂന ബിമിസ്ലിഹി, ഒരിക്കലും അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒരു ഖുർആനെയോ ഒരു സൂറത്തിനെയോ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. ഈ വെല്ലുവിളി അന്ന് മുതൽ ഇന്നും ഖുർആൻ നിലനിൽക്കും. ഒരാൾക്കും സാധിച്ചില്ല ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ. കാരണം നിങ്ങൾ നോക്കൂ, ഖുർആൻ ഒരു ഗദ്യവുമല്ല, പദ്യവുമല്ല, പാട്ടല്ല. അതുപോലെ ഖുർആന്റെ ഒരു ശൈലി തന്നെ ഒരു ഡിഫറെന്റ് ആണ്. ഖുർആൻ പോലൊന്നതൊന്നില്ല. നാം ഇപ്പോ അറബിയിൽ ഖുതുബ ഓതുന്നത് ഖുർആൻ പോലെയല്ല.
മൗലിദ് ഓതുന്ന ഖുർആൻ പോലെയല്ല. മൗലിദിന്റെ ഒരു ശൈലി, ഖുർആനിന്റെ ഒരു ശൈലി തന്നെ വേറെയാണ്. അതാണ് അല്ലാഹു തആല ഇറക്കിയതിന് പ്രൂഫാണ്. അതുപോലെ ഈ അറബികൾക്ക് ഇതുപോലത്തെ ഖുർആൻ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അവർ ശ്രമിച്ചു നോക്കി. അബൂജഹൽ കൊണ്ടെന്താക്കി? അൽഫീൽ മൽഫീൽ വമാ അദ്റാക മൽഫീൽ ലഹു ദനബുൻ ഖസീർ വലഹു ഖുർതൂമുൻ തവീൽ ഇങ്ങനെ തുടങ്ങി. നോക്കുമെന്ത് ആനന്റെ സൂറത്ത് ഫീൽ, സൂറത്തുൽ ഫീൽ തുടങ്ങി. ആന വമാ അദ്റാക മൽഫീൽ ആന എന്തറിയോ? ലഹു ദനബുൻ ഖസീർ ചെറിയ കാലുണ്ട്, ഖുർതൂമുൻ തവീൽ വലിയ സൊണ്ടിയുണ്ട്. ഇങ്ങനെയൊക്കെ ഖുർആൻ കൊണ്ടത്. പക്ഷേ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഈ എന്തും ഇല്ല, ആനന്റെ വിഷയം എല്ലാവർക്കും അറിയാം, ഖുർആൻ പറയണം. അങ്ങനെ അവർ അതിന് തോറ്റുപോയി. അങ്ങനെ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു കൊറോണ സമയത്തിൽ പോലും ശ്രമിച്ചവരുണ്ട്. സൂറത്ത് കോവിഡ് സൂറത്ത് കൊണ്ടുവന്നു. ഇതാണ് പറഞ്ഞത് അവർ വൽ കോവിദു വൽ ഫൈറൂസിൽ മുബീൻ فالعجب أن جاءهم من الصين البعيد وقال الكافرون هذا مرض عديد كلا بل هو الموت الأكيد. ഇങ്ങനെ തുടങ്ങിയിട്ട് കോവിഡ് സൂറത്ത് തുടങ്ങി. എന്താണ് പറയുന്നത്? ഇത് ഭയങ്കരമായ വൈറസാണ്, അത് അങ്ങേ ചൈനയിൽ നിന്ന് വന്നു, വലിയ അത്ഭുതമാണ്. കാഫിരീങ്ങൾ പറഞ്ഞു ഇതൊരു ഭയങ്കര രോഗമാണ്. അപ്പോ അതല്ല, ഇത് ഉറപ്പിച്ച മരണമാണ്. ഇങ്ങനെയൊക്കെ എന്താക്കി കോവിഡ് സൂറത്ത് കൊണ്ടുവന്നു. പക്ഷേ കേരളത്തിൽ നിരീശ്വരവാദികൾ എന്താക്കി യൂട്യൂബിൽ പ്രചരിപ്പിക്കാൻ നോക്കി. പിന്നെ നോക്കുമ്പോൾ ആൾക്കാർ ഇത് കളിയാക്കണം. ഇത് അങ്ങേ ചൈനയിൽ നിന്ന് വന്നത് പറയുമ്പോൾ ചൈനക്കാർക്ക് തോന്നാൻ പറ്റില്ല, ദൂരത്ത് ചൈനയിൽ വന്നത്. അതുപോലെ പറയുന്നു എല്ലാം താളപ്പിച്ച് അവസാനം താലാക്കി കൊടുക്കും. നിങ്ങൾ വീട്ടിലേക്ക് കടന്നാൽ പുതിയ സോപ്പ് കൊണ്ട് കൈ കഴുകണം. ഇങ്ങനെയൊക്കെ എന്താക്കി ഖുർആൻ ഇപ്പോഴും എന്താക്കി ശ്രമിച്ചവരുണ്ട്. പക്ഷേ ഒരാൾക്കും ഈ ഖുർആനിനോട് നേരിടാൻ സാധിച്ചില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം ജീവിച്ചെങ്കിൽ ആ സമയത്ത് പോകട്ടെ 1400 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ആ ഖുർആൻ നിലനിൽക്കുന്നു. അല്ലാഹു തആല പറയുന്നു ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഞങ്ങൾ ഖുർആൻ അവതീർണമാക്കി, അത് ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ സംരക്ഷിക്കും. എന്ന് നോക്കൂ, എത്ര ഖുർആൻ ഇവിടെ നശിപ്പിച്ചാൽ, ഏത് ശത്രുക്കളെ കത്തിച്ചു കളഞ്ഞാലും അത് ഇവിടുന്ന് കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ള ഹൃദയത്തിൽ മനപ്പാടമുണ്ട്. ഇത്രമാത്രം മനപ്പാടമുള്ള മറ്റൊരു ഗ്രന്ഥമില്ല ലോകത്തിൽ. ഖുർആൻ എത്ര മനപ്പാടമാക്കിയ എത്ര. ഇന്ന് 2 കോടി ഹാഫിലീകൾ ഉണ്ടെന്ന് കണക്ക് പറയുന്നു. 2 കോടി ഹാഫിലീകൾ ദുനിയാവിലുണ്ട്. പക്ഷേ മറ്റു ഗ്രന്ഥങ്ങൾ ഹിഫ്ളാക്കിയവർ, മഹാഭാരതമാവട്ടെ, രാമായണം, അവർക്കുള്ള ബൈബിളാകട്ടെ, അത് ഹിഫ്ളാക്കിയവർക്കും ഫുള്ളായിട്ട് മനപ്പാടമാക്കിയവർ ചില്ലര ആൾക്കാർ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഖുർആൻ അന്നും ഇന്നും അവരെ വെല്ലുവിളിക്കുന്നു. ഇതുപോലൊന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഖുർആൻ കൊണ്ടുവരിക എന്ന്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മുമ്പത്തെ ഗ്രന്ഥങ്ങൾ നോക്കി ഉണ്ടാക്കിയെന്ന് ശത്രുക്കൾ പറഞ്ഞു. പക്ഷേ അല്ലാഹു തആല ഖുർആൻ തന്നെ പറയുന്നു വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർഖാബൽ മുബ്തിലൂൻ. തങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തോ ഇഞ്ചീലോ ഒന്നും നോക്കി ഉണ്ടാക്കിയതല്ല, തങ്ങൾക്ക് ഇത് കൈകൊണ്ട് എഴുതിയതുമല്ല. കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ഉമ്മിയാണ്. നാം അന്നബിയിൽ ഉമ്മി എന്ന് പറയുന്നത്. ഉമ്മി എന്ന് പറഞ്ഞെങ്കിൽ ഉമ്മി എന്ന് പറഞ്ഞെങ്കിൽ എഴുത്തും വായനം അറിയാത്ത ആള്. ഇന്നിപ്പോ ഒരാൾക്ക് യഹൂദനി വായിക്കാൻ അറിയുന്നില്ലെങ്കിൽ ആൾക്കാരുടെ ഒരു അല്ലെ ഒരു വിലയില്ലാത്ത. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഉമ്മിയാക്കി. നോക്കി വായിക്കാൻ അറിയാൻ നോക്കി എഴുതാനോ അക്ഷരവാക്യം ഞാനില്ല. പക്ഷെ എന്താണ് ഇത്? മഹത്വമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുമ്പത്തെ കിതാബ് നോക്കിയോന്നെങ്കിൽ അറിയട്ടെ, ഇത് നിങ്ങൾക്ക് എഴുത്തും വായന അറിയാം. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വ്യക്തമായ തെളിവാണ് അല്ലാഹു തആല അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾക്ക് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ അവിടുത്തെ ഒരു ലെറ്റർ എഴുതി ഖുറൈശികൾ മുഹമ്മദ് റസൂലുള്ളാഹി പ്രൊഫറ്റ് അലിയല്ലോ എഴുതുന്നു. അത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് തങ്ങളിൽ നിന്ന് ഇത് എഴുതി കണ്ടപ്പോൾ ഖുറൈശികൾ പറഞ്ഞു
അത് ചേഞ്ച് ആക്കണം അഡ്രസ്. എന്തേ മുഹമ്മദ് നബി റസൂലാണെങ്കിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട, റസൂൽ അല്ലാന്നല്ലേ ഞങ്ങൾ വാദിക്കുന്നത്. അപ്പൊ ഓക്കെ നബിസ്വലം പറഞ്ഞ നിങ്ങളെ മുഹമ്മദ് ബിൻ അബ്ദില്ല അബ്ദുല്ലാന്റെ മകനായ മുഹമ്മദിനെ ഓതുക. അതിനൊന്നും ഞാൻ വായിക്കുകയില്ല, എനിക്ക് സാധ്യത. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അതോടെ കാണിക്ക്, എവിടെ കാണിക്കുന്നത്? ബുഖാരിയുള്ളത് കാണിക്കെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾക്ക് അപ്പൊ അറിയില്ലെന്നായില്ലേ, ഇത് വായിക്കാനറിയാലോ നോക്കിയിട്ട് അതുകൂടെ. അപ്പൊ നബി തങ്ങൾ സ്വന്തമായിട്ട് എന്താക്കി വായിച്ചു മുഹമ്മദ് ബിൻ അബ്ദില്ല എഴുതി കൊടുത്തു. അതുകൊണ്ട് നബിതങ്ങൾക്ക് യൗത്തും വായനും അറിയാത്തത് നബിതങ്ങളുടെ മഹത്വമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആന്റെ തനതായ രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.